ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഗതാഗത കുരുക്കാണ്. ഈ ഗതാഗത കുരുക്കിന്റെ അജണ്ടയാണ് നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ടത്. ഇതിനകത്ത് അജണ്ട 10-13-34 അജണ്ട ഉണ്ട്. എന്ന് വെച്ചാൽ കംഫർഷന്റെ കാര്യത്തിൽ വെക്കുന്നത്, കക്കൂസിയും കുളിമുറിയുടെ കാര്യത്തിൽ വെക്കുന്നത്, ഇതാണ് അജണ്ട. ഇവിടെ വെക്കുന്ന പ്രധാന വിഷയം എന്താ? ചാലക്കുടി പട്ടണം അഭിവൃദ്ധി വിഷയം വെച്ചാൽ ബഹുമാനപ്പെട്ട മുൻ യൂണിഫിന്റെ ചെയർമാൻ നമ്മുടെ ശിവചാട്ടൻ ഇവിടെ ചെയർമാനിന്റെ കാലത്ത് ബെൽമൗത്ത് നടന്നു പറഞ്ഞു. 1.5 കൊല്ലായി കൈനൊക്കെ പിടിച്ചിട്ട് അവസാനത്തെ ചെയർമാനായിരുന്ന ശിവചാട്ടൻ ബെൽമൗത്ത് കൊണ്ടുവന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങൾ വിളിച്ച് വാർത്ത കൊടുത്തു. എന്നും വാർത്ത കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്ന നിർദ്ദേശങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നും നടപ്പിലാക്കണില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പട്ടണം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പരിഹരിക്കാതെ ആ ചെണ്ട വെക്കാതെ പൃഥ്വിരാജിന്റെ തയ്യാറല്ല. പേടിച്ചോടാത്ത കാര്യങ്ങൾ നടപ്പിലാക്കുക. ചാലക്കുടി നഗരസഭയുടെ നഗരസഭാധ്യക്ഷയായി സ്ഥാനമേറ്റെടുത്ത ആലീസ് ഷിബുവിന് തന്റെ ഭരണകാലഘട്ടത്തിന്റെ തുടക്ക സമയത്ത് തന്നെ ഇത്രമാത്രം കടുത്ത വിമർശന ശരങ്ങൾ ഏൽക്കേണ്ടി വന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇന്ന് കൗൺസിൽ യോഗം തുടങ്ങുന്നതിനെ മുൻപേ പ്രതിപക്ഷത്തുള്ള വിൽസൺ പാനാട്ടുപറമ്പിൽ കൗൺസിലർമാരുടെ ഡാൻസ് കളിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാനാവാതെ വേറെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നഗരസഭാധ്യക്ഷ. പക്ഷേ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ പ്രതിരോധത്തിലായിരിക്കുന്ന ഭാര്യയ്ക്ക് നേരെ വരുന്ന വിമർശന ശരങ്ങളെ തടയിടാൻ ഷിബു ആലപ്പൻ തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. അതായിരുന്നു തുടക്കത്തിൽ. അതിനുശേഷം പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജിൽ ആന്റണി വളരെ കൃത്യമായി അക്കമിട്ട് ചോദ്യങ്ങൾ കൃത്യമായി ഉന്നയിക്കുകയാണ്. നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇടപെടലാണ് ഈ നഗരസഭാധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ചെയ്തിട്ടുള്ളത്? ഇവർ ഭരണത്തിൽ വന്നപ്പോൾ ഗതാഗത കുരുക്ക് പരിഹരിക്കും എന്നുള്ള ഒരു വെറും വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഇവർ വന്നത്. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ സംഭവം, ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ പത്രങ്ങളിൽ വന്ന ഈ വാർത്ത ആര് കൊടുത്തു? ഇതിൽ എന്തുകൊണ്ടാണ് നഗരത്തിലെ മർച്ചന്റ് അസോസിയേഷൻ, തൊഴിലാളി സംഘടനകൾ, ബസ് ഓണേഴ്സ് തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളെ പ്രതിനിധികളെ വിളിച്ചു ചേർത്തുകൊണ്ടുള്ള മീറ്റിംഗ് വിളിക്കാതെ, പ്രതിപക്ഷത്തെ പോലും ഉൾപ്പെടുത്താതെ ആരാണ് ഈ തീരുമാനങ്ങൾ എടുത്തത്? ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള പരിചയം ആർക്കാണ് ഇവിടെ ഉള്ളത്? അതിനുശേഷം ജില്ലാന്റണി ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, ഈ നഗരസഭാധ്യക്ഷയായിട്ടുള്ള ആലീസ് ഷിബുവിന്റെ ഭർത്താവ് ഷിബു ആലപ്പൻ, UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ, ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു സ്കൂട്ടറിലാണ് വീട്ടിൽ നിന്ന് നഗരസഭയിലേക്ക് വരുന്നത്. ഇവർ ഒരു സമയത്തും ഹെൽമെറ്റ് വെക്കാറില്ല. ഹെൽമെറ്റ് വെക്കാത്ത ഇവർ എങ്ങനെയാണ് ട്രാഫിക് പരിഷ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന അതീവ ഗുരുതരമായ ചോദ്യം, ഇതുവരെയും ആരും ഉന്നയിക്കാത്ത ഒരു ചോദ്യമാണ് ജില്ലാന്റണി ഉന്നയിച്ചത്. UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഉൾപ്പെടെ UDFിലെ പല കൗൺസിലർമാരും ഹെൽമെറ്റ് പോലും ധരിക്കാതെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഇവരാണ് ട്രാഫിക് പരിഷ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ മഴക്കാല ശുചീകരണ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ. പ്രിയതമയ്ക്ക് നേരെ വന്ന വിമർശന ശരങ്ങളെ തടയിടാൻ അക്ഷരാർത്ഥത്തിൽ പ്രിയതമനായിട്ടുള്ള ഷിബു ആലപ്പൻ തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. അദ്ദേഹം മാത്രമാണ് പ്രതിരോധിക്കാൻ രംഗത്തുണ്ടായത്. തുടരെയുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കിടയിൽ ജോജു വിജയ് എഴുന്നേറ്റു. അദ്ദേഹം രൂക്ഷമായി സംസാരിക്കാൻ തുടങ്ങി. മാസങ്ങളായി ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കാനായിട്ട് യാതൊരു ഇടപെടലും ഇവിടെ ചെയ്യുന്നില്ല. ഡെസ്കിലടിയായി, വിഷയം കത്തി. ഇതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റാതെ അതീവ സമ്മർദ്ദത്തിലാഴുകയായിരുന്നു ആലീസ് ഷിബു. മുൻപും ചെയർപേഴ്സൺ ആയിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തന പരിചയമൊന്നും ഈ പ്രതിപക്ഷത്തിന്റെ വിമർശന ശരങ്ങൾക്ക് മുന്നിൽ പടച്ചട്ടയായിട്ട് നിൽക്കാൻ സാധിച്ചില്ല. അതിനുശേഷം കൗൺസിലറായിട്ടുള്ള ജോജു വിജയ് ചെയർപേഴ്സന്റെ അടുത്തേക്ക് വരുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. തുടർന്ന് സ്കൂൾ കുട്ടികളെ ബെല്ലടിച്ച് ക്ലാസ് അവസാനിപ്പിക്കുന്ന പോലെ അതീവ പ്രധാനപ്പെട്ട ചർച്ചകൾ ചെയ്യേണ്ടി വരുന്ന നഗരസഭാ കൗൺസിൽ ബെല്ലടിച്ചുകൊണ്ട് ഈ അധ്യക്ഷ ആലീസ് ഷിബു അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഗതാഗത കുരുക്ക് പരിഹരിക്കാത്ത ചെയർപേഴ്സന്റെ ധാർഷ്ട്യം അവസാനിപ്പിക്കണം തുടങ്ങിയ പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ. ഈ വിമർശനങ്ങൾക്കിടയിലൂടെ ചിരിച്ചെന്ന് വരുത്തി, അല്ലെങ്കിൽ ചിരിക്കാൻ ശ്രമിച്ച് ചിരിച്ചുകൊണ്ട് അതീവ സമ്മർദ്ദത്തിലൂടെ ഈ ചെയർപേഴ്സൺ പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് മുറിയുടെ മുന്നിലിരുന്ന് മുദ്രാവാക്യങ്ങളും പ്രതിഷേധവുമായിട്ടിരിക്കുകയാണ്.
ഇത് തീർച്ചയായിട്ടും ഒരു വനിതാ ചെയർപേഴ്സന് അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. മുൻപ് പലതവണ ചെയർപേഴ്സൺ ആയിട്ടുണ്ടെങ്കിലും ഒരു ഭരണത്തിന്റെ തുടക്ക സമയത്ത് തന്നെ ചെയർപേഴ്സന്റെ ധാർഷ്ട്യത്തെയും ചെയർപേഴ്സന്റെ ഇടപെടലുകൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ വിമർശനങ്ങളുമായി പ്രതിപക്ഷം വരുന്നതും, എന്നാൽ അതിനെയൊന്നും പ്രതിരോധിക്കാൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന്, UDFന്റെ ഭരണപക്ഷത്ത് നിന്ന് ആരും എണീക്കാതിരുന്നതും, സ്വന്തം ഭർത്താവ് മാത്രം പ്രതിരോധം കെട്ടേണ്ട വളരെ ദയനീയമായ സ്ഥിതിയും ആലീസ് ഷിബുവിന് വന്നു ചേർന്നു. എന്തായിരുന്നാലും വളരെ വിമർശനാത്മകമായിട്ടുള്ള, രൂക്ഷമായ വിമർശനാത്മകമായിട്ടുള്ള ഒരു കൗൺസിൽ യോഗമായിരുന്നു ഇന്ന് ചാലക്കുടി നഗരസഭാ ഹാളിൽ നടന്നത്. ചാലക്കുടിയുമായി ബന്ധപ്പെട്ട ഗതാഗത കുറിച്ച് പരിഹരിക്കുന്നതാണ് പറഞ്ഞത്. ഗതാഗത കുറിച്ച് പരിഹരിക്കും. അങ്ങനെ ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോ അതിനെപ്പറ്റി യാതൊരു മറുപടി പറഞ്ഞില്ല. പിറ്റേ ദിവസം ചെയർപേഴ്സൺ ട്രാഫിക് കമ്മിറ്റി വിളിക്കാൻ ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആരെ വിളിച്ചെന്ന് വെച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ മർച്ചന്റ് അസോസിയേഷൻ ആളുകളെയോ ഇവിടുത്തെ പൊതുപ്രവർത്തകരെയോ ഇവിടെ അല്ലെങ്കിൽ ഈ മറ്റേ ഗതാഗത വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അറിയുന്നതിനെ പറ്റി ധാരണയുള്ള ആളുകളെ എന്നാണ് വിളിച്ചത്. ഞാൻ അറിഞ്ഞത് ഇവിടെ ചെയർപേഴ്സൺമാരെയും അതേമാതിരി ബഹുമാനപ്പെട്ട UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും വൈസ് ചെയർമാനും യോഗം ചേർന്നു. ആ യോഗം എടുത്ത തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകരും സുഹൃത്തുക്കളും വിളിച്ച് ആ വാർത്തകൾ കൊടുത്തു. അത് വന്ന ദിവസം ചാലക്കുടിക്കകത്ത് നവമാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയായിരുന്നു. ചാലക്കുടി പട്ടണത്തിൽ ഇന്ന് വരെ കാണാത്ത തൽക്കാലം അത്ര സ്തംഭിച്ചു ചാലക്കുടി പട്ടണം. അതായത് ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നത് ചാലക്കുടി പട്ടണത്തിൽ ഒരു വണ്ടി നീങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. ഞാൻ അറിഞ്ഞത് ആനമല ജംഗ്ഷനിൽ ഒരു വണ്ടി സൗത്ത് ജംഗ്ഷനിലേക്ക് എത്താൻ വേണ്ടി 3/4 മണിക്കൂർ പിടിച്ചു, 45 മിനിറ്റ്. വെറും 1.5 കിലോമീറ്റർ താണ്ടാൻ വേണ്ടി 45 മിനിറ്റ് പിടിച്ചു. നിങ്ങൾ അറിയണ്ടോ? ഇതിന് തീരുമാനമാവാണ്ട് കഴിയില്ല. കാരണം 4 മാസക്കാലം കഴിഞ്ഞ് ചാലക്കുടിയിലെ പാവപ്പെട്ട മനുഷ്യൻ ചാലക്കുടി പട്ടണത്തിലേക്ക് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. മറ്റേ ടൂ വീലർ മേഖലയിലും ഓട്ടോറിക്ഷയ്ക്കായാലും മറ്റെന്ത് വാഹനത്തിലായിക്കോട്ടെ ഈ പട്ടണത്തിൽ കിടന്ന് നെരുവിരി കൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യരൊക്കെ. നിങ്ങൾക്ക് ചെയർപേഴ്സണും UDFന്റെ പാർലമെന്റ് പാർട്ടി എടുക്കുന്ന വിലയുണ്ടാവില്ല. ഹെൽമെറ്റ് വെക്കാണ്ട് ഇവിടെ പലരും പോണത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോ. ഹെൽമെറ്റ് വെക്കാണ്ട് ഇവിടുത്തെ മറ്റേ കോടതിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിപീഠത്തെയും ഒരു ബഹുമാനമില്ല. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. യാതൊരു ബഹുമാനമില്ല. ഇവിടെ UDFന്റെ പാർലമെന്ററി പാർട്ടി എടുക്കും ബന്ധപ്പെട്ട കൗൺസിലർമാരും ഹെൽമെറ്റ് വെക്കാണ്ട് ചാലക്കുടി പട്ടണത്തിൽ ഇവിടെ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യനെ കൗൺസിൽ നമ്മൾ നടത്താതിരിക്കുക എന്ന് പറയുന്നത് ശീലം എല്ലാ കൗൺസിലും കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് ഞാൻ പഴയ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ട് മറുപടി പറഞ്ഞോളൂ. എനിക്കറിയില്ല ബന്ധപ്പെട്ട നമ്മൾ ആ യോഗത്തിന് അടക്കാൻ ലക്ഷ്യപ്പെട്ട് നടന്നത് ബന്ധപ്പെട്ട ക്ലർക്ക്, ആ സെക്ഷൻ കൈകാര്യം ചെയ്ത ക്ലർക്ക് ബന്ധപ്പെട്ട പാർലമെന്റ് പാർട്ടി ലീഡർ അറിയിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ യോഗത്തിന് ഇടയ്ക്ക് ഞങ്ങൾ ചോദിച്ചു. യോഗത്തിനിടയ്ക്ക് ജില്ലാ അംഗങ്ങളെയും യോഗത്തിൽ കാണാനായിപ്പോ ഞങ്ങൾ ചോദിച്ചാൽ ഈ ഒറ്റൊരു വിഷയത്തിന് വേണ്ടി നമ്മൾ വിളിച്ചുകൂട്ടിയൊരു യോഗമാണ്. ആ യോഗത്തിൽ ആ ഒരു അജണ്ടയ്ക്ക് ശേഷമാണ് ചാലക്കുടിയിലെ ട്രാഫിക്കിന്റെ കുരുക്കുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു. ഒരു കാര്യം അവിടെ തീരുമാനിക്കുകയോ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ആ യോഗത്തിലുണ്ടായ നിർദ്ദേശങ്ങളാണ് പത്രത്തിൽ, ഒരു കാര്യം അതിന്റെ തീരുമാനങ്ങൾ. ഈ പട്ടണത്തിൽ ഗതാഗതം പരിഹരിക്കാനായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായിരിക്കുന്ന ആളുകൾ അവരാരും മോശക്കാലത്ത് ഞാൻ പറയുന്നത് ഇവരായിട്ട് ആക്ഷേപിക്കില്ല. പക്ഷെ അവർക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? എന്ത് നിർദ്ദേശമാണ് അവർക്ക് വെക്കാൻ പറ്റുക? ഇവിടെ കുളിക്കേണ്ട ആളുകളാണ് ഇവിടുത്തെ പൗരപ്രമുഖര്, വ്യവസായികള്, മർച്ചന്റ് ഗ്രൂപ്പുകൾ, ബസ് ഓണേഴ്സ്, അതേമാതിരി കാറ്, ടാക്സി, മറ്റേ ഓട്ടോ തൊഴിലാളികൾ, അവർ യൂണിയനുകൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെയാണ് വിളിക്കുന്നത്. ഇൻക്ലാബ് സിന്ദാബാദ്.